ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഇവിടെ കറണ്ട് ഇല്ല. ഞാനിപ്പോൾ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന സമയമാണ് കേട്ടോ. അപ്പം ആ വന്ന സമയത്ത് കറണ്ട് ഇല്ല എങ്കിലും ഞാൻ എന്നാ പറയുന്നത്, എൻ്റെ ഉള്ള നെറ്റൊക്കെ ഒന്ന് ഓണാക്കി യൂട്യൂബ് ഒന്ന് നോക്കി, നമ്മുടെ വീഡിയോയുടെ കമൻസൊക്കെ ഒന്ന് നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേനും എനിക്ക് കിട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ ഒരു പോസ്റ്റാണ് കേട്ടോ. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കുന്നതാണേ. ശരിക്കും ആ പോസ്റ്റുകൾ കാണുമ്പോണ്ടല്ലോ ഉള്ളിനുള്ളിൽ അത്രമാത്രം അങ്ങോട്ട് നീറ്റൽ വരുന്നുണ്ട്. എന്തോ ഒരു ഭയങ്കരമായിട്ടൊരു വേദന. ഞാൻ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ. അപ്പോൾ ആ ചാനലിൻ്റെ പേരും ആ ചാനലിലെ ആൾക്കാരെ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, മനസ്സിലായോ? അബി നന്ദു ഫാമിലി വ്ളോഗ് എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ ലൈവിനകത്ത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് പലപ്പോഴൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ആ വീഡിയോസ് ഒന്നും കാണുന്നതല്ല. എനിക്ക് എൻ്റേതായ നിങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ മനസ്സിലാവും. എനിക്ക് വീട്ടിലെ പണികൾ, അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വീട്ടമ്മ എന്നുള്ള നിലയിൽ എനിക്ക് നല്ലൊരു സമയം വേണം അതിനെല്ലാത്തിനൂടെ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി വീഡിയോസ് ഒന്നും കാണാനായിട്ടൊന്നുകൂടെ ടൈം കിട്ടാറില്ല. പക്ഷെ എന്നാലും ഇതുങ്ങളുടെ ആ നിഷ്കളങ്ക മുഖവും അവരുടെ ആ വീട്ടിലെ എന്താ പറയുന്നത് അത്രയും ലളിതമായിട്ടുള്ള ആ ചുറ്റുപാടിലെ കാഴ്ചകളും ഒക്കെ അത്രയും അവരെ കൊണ്ടാക്കാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് കാണിക്കുന്ന ഒരു വ്യക്തികളാണ് ഈ വീഡിയോയിലൂടെ. ഫാമിലി വ്ളോഗർ തന്നെയാണ്. അതുപോലെ തന്നെ എന്നാ പറയുന്നത് ലൈവ് എന്ന് പറഞ്ഞവർക്ക് ലൈവ് ഇടും. അപ്പോൾ ഒരു ലൈവിനകത്ത് ഞാനിങ്ങനെ ചേട്ടാ കിടന്ന് ഉറങ്ങി കുറേ 5-6 മാസമായെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ കിടന്ന് ഉറങ്ങി. ഞാനപ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവരുടെ ലൈവ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് കമൻറ്റ് ഇട്ടു. ഞാനും അതിനകത്ത് എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വിട്ടു. അപ്പോഴത്തേക്കും സിന്ധുമേന്ന് പറഞ്ഞുകൊണ്ട് അവർ സിന്ധുമയുടെ വീഡിയോസൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവരെനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഇതിങ്ങളുടെ അങ്ങനെ നല്ല രീതിയിലാണ് ലൈവ് പോയിക്കൊണ്ടിരുന്നതിനിടയിൽ നമുക്കറിയാലോ എത്ര നല്ല സന്തോഷം കാണുന്നു. അവിടെ ചൊറിയാനായിട്ട് ഏതെങ്കിലും ഒരു ചൊറിയും പുഴുക്കൾ വരും. നല്ല ഗാനമേടയും പരിപാടികളൊക്കെ നടക്കുന്നിടത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല പാട്ടും നല്ല പരിപാടിയായിരിക്കും. പക്ഷെ പുറകിൽ എവിടെയെങ്കിലും നിന്ന് ഒരു 2-3 പേരെങ്കിലും കൂവും. കാരണം കുറുക്കന്മാരുടെ സ്വഭാവം. കാരണം എന്നെക്കൊണ്ട് അതിന് സാധിക്കത്തില്ല. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന ഈ കൂവാനേ പറ്റത്തുള്ളൂ. അതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവരുടെ ലൈവിനകത്ത് അന്ന് എനിക്ക് നല്ല രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ലൈവ് നല്ല രീതിയിൽ വെച്ചാൽ നമുക്കൊരു ഇഷ്ടം തോന്നും അതിനകത്ത് ഇരിക്കാനായിട്ട്. അങ്ങനെ ഞാനും ഈ ലൈവിനകത്ത് ഉൾപ്പെട്ട ഒരു ലൈവാണ്. അതിനകത്ത് വന്ന് ചുമ്മാ ആ പെങ്കൂശിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി ആദ്യമൊക്കെ മര്യാദയുടെ രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഷൗട്ട് ചെയ്യുന്ന മാതിരി പറഞ്ഞു. ലാസ്റ്റ് അപ്പോഴത്തേനും താങ്ങായിട്ട് തണലായിട്ടുണ്ടല്ലോ ആ ഭർത്താവ്, ഞങ്ങൾക്ക് ഇത്രേ പറ്റത്തുള്ളൂ, നീ എന്നാന്ന് ചെയ്യുക അങ്ങനെ എന്നുള്ള രീതിയിൽ ആ ഒരു ധൈര്യം കൊടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തത്, ദൈവമേ നിങ്ങൾ നല്ലൊരു ക്യൂട്ട് ഫാമിലി ആണല്ലോ. കാരണം നമുക്ക് എപ്പോഴും ചിലരുടെ മനുഷ്യരുണ്ട് ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദാമ്പത്യ ജീവിതമാണ്, അല്ലെ പണമാണ്, അല്ലെങ്കിൽ സെക്സിനോടുള്ള ഇതാണ്. അതൊന്നുമല്ല സത്യത്തിൽ, അതൊന്നുമല്ല യഥാർത്ഥ സ്നേഹവും ജീവിതവും. ഇതെല്ലാം വേണ്ടതാണ്, ഇതെല്ലാം കൂടെ കൂടി ഇണങ്ങുന്നതാണ് ജീവിതം. എങ്കിലും നമുക്കൊരു ആപത്ത് വരുന്നു, അല്ലെ നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കുന്നു, അല്ലെ നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ പോട്ടടോ സാരമില്ല എന്ന് പറഞ്ഞ ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ, ആ ഇതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സത്യമായിട്ടും ഇവരുടെ അന്നത്തെ ആ ഒരു ഇതിൽ എനിക്ക് ഈ വ്യക്തിയുടെ അത്രമാത്രം ആ ഭാര്യയോട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അന്നേരം മുതൽ പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഇവരുടെ ലൈവ് കാണും. കമൻസ് ഒന്നും ഞാൻ ലൈവിനകത്തുണ്ടെങ്കിലും ഞാൻ അങ്ങനെ എല്ലാ ലൈവിനകത്തൊന്നും കമൻറ്റ് ഇടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഞാൻ അവരുടെ ലൈവ് എനിക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് കാണാനായിട്ടൊരു ഒരു ഇഷ്ടം തോന്നിയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഒരു 3-5 ദിവസം മുമ്പ് പോലെ നമ്മൾ കേട്ടത്. ആൾ ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു. ശരിക്കും പറയാലോ, എന്തോ ഈ അടുത്തിടയ്ക്ക് അത്രയും ഹൃദയത്തിൽ കൊണ്ടൊരു അത്രയും എനിക്ക് വേദന തോന്നിയ ഒരു കാര്യമാണ് ആ വാർത്ത കേട്ടത്. ശരിക്കും എന്താണെന്നോ എന്ത് പറ്റുന്നതാണെന്നോ ഒന്നും എനിക്കിപ്പോഴും വ്യക്തമായിട്ട് എനിക്ക് അറിയത്തില്ല സത്യത്തിൽ. പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സിനെ തന്നെ നമുക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ രാത്രിയിലെല്ലാം വീണ്ടും എണ്ണിട്ട് നോക്കി. കാരണം തലേദിവസം അവർ നല്ല അടിപൊളി ലൈവ് ഇട്ടിട്ടുണ്ട്, വെഡിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ആരുടെ കല്യാണത്തിന് പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശരിക്കും ഇതാകാൻ വയ്യ. എന്നിട്ട് ഞാൻ മനസ്സിലോർത്ത്, ദൈവം ഇതിന് പ്രാങ്കാണോ, ഇങ്ങനെയൊക്കെ മനുഷ്യർ പറയുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ എല്ലാം കയറി നോക്കിയപ്പോഴാണ് അവർ കുറേ ദിവസമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയാണ് കേട്ടോ. അപ്പം ശരിക്കും ഞാൻ പറയാമല്ലോ, എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഇത് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 23-ാമത്തെ വയസ്സിൽ വിധവയായി. പറക്കം മുറ്റാനാകാത്ത 2 മക്കളെയും കൊണ്ട്
ശരിക്കും വർഷം ഇപ്പോൾ 10-27 എന്നിട്ടും ഉള്ളിനുള്ളിൽ ഇത്രയും ഒരു നീറ്റൽ അനുഭവപ്പെടണമെങ്കിൽ വേർപാടിൻ്റെ വേദന എന്താണെന്ന് ശരിക്കും അറിഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ, അറിയാണ്ട് കണ്ണ് നിറയുന്നത്. അതുകൊണ്ടാണ്, നിങ്ങളൊക്കെ ക്ഷമിക്കുക കേട്ടോ. ആ ഒരു ഇതാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. കാരണം മക്കൾ ഇച്ചിരി കൂടെ ഒക്കെ അറിവായി. എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ പെൺകുട്ടി ആ ഭർത്താവിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു റീനു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊരു കാര്യത്തിനാണെങ്കിലും എപ്പോഴും അവർ രണ്ടുപേരും കൂടെ അടങ്ങുന്ന ഒരു ഇതാകും. കൂടുതലും നമ്മൾ വീഡിയോസിനകത്തൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ 2 മക്കളും എൻ്റെ മക്കളെക്കാട്ടി ഇച്ചിരി കൂടെ ഏജ് ഉണ്ടെന്നുള്ളതല്ലാണ്ട് ഒന്നും ഒരു ഇതിലും എത്തിപ്പെട്ടിട്ടില്ല സത്യത്തിൽ. അവർ രോഗിയായ ഒരമ്മയും 2 മക്കളെയും ഈ റിനുവിൻ്റെ കയ്യിൽ ലയിപ്പിച്ചിട്ടാണ് ആള് ഈ ലോകത്തേക്ക് നിന്ന് പോയേക്കുന്നത്. റിനുവിനെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടെടുത്തോളം അവർ നല്ല സ്നേഹമായിട്ട് സ്വരമയായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വഴക്കും പ്രശ്നവും ഒക്കെ കാണും കുടുംബമല്ലേ, എങ്കിലും അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാത്തതായിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത്. അത്രയും സ്നേഹമായിട്ട് ഈയിടെ അവർക്കൊരു പിന്നെ യൂട്യൂബിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിനൊക്കെ ക്ഷണിച്ച് നല്ല ഷീൽഡും ഒക്കെ മേടിച്ച് 2 പേരുടെ സമ്മാനമൊക്കെ മേടിച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴൊക്കെ ഉണ്ടല്ലോ, ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തും. ഇവർ നല്ലൊരു ഫാമിലിയാണെന്ന് അറിയാണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും അവരുടെ ചാനൽ കാണുന്ന ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞ് സന്തോഷിച്ചതാണ് ഒരു കാഴ്ചയായിരുന്നു അത്. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ദൈവത്തിന് പോലും അസൂയ വരുമോ, അല്ലെ എന്തെങ്കിലും ദൃഷ്ടിദോഷം എന്ന് പറയുന്നതൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. അല്ലെങ്കിൽ അത്രയും സന്തോഷമായിട്ടിരുന്ന് ആ ഒരു ഫാമിലിയിൽ നിന്ന് പെട്ടെന്ന് ആക്സിഡൻറ്റിൻ്റെ ഒരു രൂപത്തിൽ വന്നിട്ട് ആ മനുഷ്യനെ തട്ടിക്കൊണ്ട് പോയത് അത്രയും വലിയൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ വേദനിക്കുന്നുണ്ട്. അതിനെക്കാട്ടി കൂടുതലും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഒത്തിരി പാടുപെട്ടാണ് ഈ ചാനൽ ഇത്രയും പേരെ കൊണ്ടെത്തിച്ചു. അതേപോലെ മറ്റുള്ളവരുടെ ചീത്ത വിളി കേട്ടും ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാമെന്ന് ഇങ്ങനെ കഴിവും കണ്ണുമായിട്ട് നോക്കിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഒരു ഓക്കെയാണ്, ശരിയാണ്. പക്ഷേ ചിലവരെ ഒരു കാരണവും ഇല്ലാണ്ട് അറിയാണ്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുങ്ങളും കുറേ എന്താ പറയുന്നത് ചീത്ത വിളിയും കാര്യങ്ങളും ഒക്കെ കേട്ടാ. ഇപ്പോൾ ഒരു 82,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലും കണ്ടായെന്ന് എനിക്ക് തോന്നുന്നവർക്ക്. എന്നിട്ട് ഇപ്പം ഇങ്ങനെ പറ്റി പുള്ളിക്കാരത്തി. ഒരു കാരണവശാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഒന്നായി വരാൻ കുറേ സമയം പിടിക്കും, ഒന്ന് ഓക്കെ ആയി വരാൻ കുറേ സമയം എടുക്കും. കാരണം ആ മോള് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നുണ്ട് ഓരോ ദിവസവും 2-3 ഒക്കെ. അപ്പം അത് കാണുമ്പോൾ ചങ്കിനകത്തൊരു നീറ്റലാണോ വിറയലാണോ, അതിനകത്ത് ആ വാക്കുകളും അതെ കേട്ടോ. ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നോ അല്ലെങ്കിൽ അവരെ വെച്ച് പൈസ ഉണ്ടാക്കണമെന്നോ അങ്ങനൊന്നും ഓർത്തല്ല സത്യത്തിൽ. ഞാനിപ്പം 90 കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നിരുന്ന ഞാനാണ്. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചൊലച്ച് കേട്ടോ. ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് വായിക്കാവേ. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ നന്ദുമോളാണ്. എൻ്റെ അമ്മയും ഞങ്ങളും ഇപ്പോൾ ഒരുപാട് സങ്കടമുള്ള അവസ്ഥയിലാണ്. എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ചാനൽ ഇവിടെ വരെ എത്തിച്ചത്. കൂടെ നല്ലവരായ ഞങ്ങളുടെ കൂട്ടുകാരുമുണ്ട്, അത് മറക്കില്ല ഞങ്ങൾ. അമ്മ പറയുന്നുണ്ട് ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന്. അമ്മയ്ക്ക് അച്ഛൻ ഇല്ലാതെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അച്ഛനായിരുന്നല്ലോ അമ്മയുടെ സപ്പോർട്ടും ധൈര്യവും. സത്യമായിട്ടും ഉറപ്പായ കാര്യം കേട്ടോ, സപ്പോർട്ടും ധൈര്യവും. ഇനി കൂട്ടിന് അത് ഇല്ലല്ലോ. അച്ഛന് ചാനൽ വളരെ അധികം ഇഷ്ടമുള്ള കാര്യമാണ്. അത് നിർത്താൻ അച്ഛന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. അമ്മ പലപ്പോഴും ചാനൽ നിർത്താം എന്ന് പറഞ്ഞാലും അച്ഛൻ അത് സമ്മതിക്കാറില്ല. എന്താ ഈ ചീത്തവിളി കേൾക്കുമ്പോഴത്തേനും സ്ത്രീകളല്ലേ ഒത്തിരി മനസ്സിന് കട്ടിയില്ലാത്തവരൊക്കെ പറയൂ നമുക്ക് നിർത്തിയേക്കാം, വേണ്ട ഇത് നമുക്ക് എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാം, അങ്ങനെ വരെ പറഞ്ഞു പോകും. അങ്ങനെ വരെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടും വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന്, നിർത്തരുത്. ഇപ്പോൾ ചാനൽ നിർത്താം എന്ന് പറഞ്ഞാലും അച്ഛൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ അമ്മ പറയുന്നു ചാനൽ നിർത്താമെന്ന്. പക്ഷേ അച്ഛൻ്റെ വീട്ടുകാർ പറയുന്നു അമ്മയോട് ഒരിക്കലും ചാനൽ നിർത്തരുതെന്ന്, തുടർന്ന് മുന്നോട്ട് പോകണമെന്നും. എല്ലാവരുടെ മുന്നിൽ കൂടെയും പരിഹസിച്ചവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണമെന്ന് പറഞ്ഞ് അവർ ധൈര്യം കൊടുത്തിട്ടും അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മയ്ക്കും ഞങ്ങൾക്കും ജീവിക്കണമെങ്കിൽ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. ഇതിൽ നിന്നുള്ള ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക് ഇനി ഒരാശ്വാസം. ഞങ്ങളെ പഠിപ്പിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടത് വാങ്ങിത്തരുവാനും അതുമാത്രമല്ലേ ഉള്ളൂ ഏക വരുമാനം. എല്ലാവരും അമ്മയോട് പറയണേ ഈ ചാനൽ നിർത്തരുത്
എന്ന് ആര് പറഞ്ഞിട്ടും അമ്മ കേൾക്കുന്നില്ല. അച്ഛനില്ലാതെ തുടർന്ന് പോകില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും ഞങ്ങളുടെ ചാനലിലെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അച്ഛൻ്റെ 16 ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയോട് എല്ലാവരും വീണ്ടും ആക്റ്റീവായി വരാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് അമ്മ അനുസരിക്കുന്നില്ല. അമ്മ ഒന്ന് റെഡി ആയാൽ ഞങ്ങൾ വീണ്ടും വരാം. അമ്മയോട് എല്ലാവരും പറയണേ പ്ലീസ്. ഇത് മാത്രമേ ഉള്ളൂ ആശ്രയം. ആ മോളും വലിയ ഒത്തിരി ഏജായ ഒരു മോളല്ല. ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ആദ്യം വെപ്രാളവും അവൾ ആ ഇതിനകത്ത് എഴുതിയേക്കുന്നത്. കാരണം അമ്മയ്ക്ക് ഇനി അച്ഛൻ ഇല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണമെങ്കിലും എല്ലാത്തിനും ഉള്ള ഒരു വരുമാന മാർഗ്ഗം ഇതാണ്. ഇപ്പം എന്തായാലും 82,000 പേരൊക്കെ ആയവർക്ക് എങ്ങനെ പോയാലും കുറഞ്ഞത് എന്ന് സ്ഥിരമായിട്ടിടുവാണെങ്കിൽ എങ്ങനെ പോയാലും 10,000-20,000 രൂപയെങ്കിലും ഒക്കെ വെച്ച് കിട്ടും മന്ത്ലി. അപ്പോൾ ആ ഒരു വരുമാനം വെച്ച് അതുങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാമല്ലോ. BUസിൻ്റെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ചിലർക്ക് 10,000-ന് താഴോട്ടൊക്കെ പോകും. എങ്കിലും ഞാൻ ഒരു ആവറേജ് ഞാനൊരു ഇത് പറയുമായിരുന്നു. അങ്ങനെ എങ്കിലും കിട്ടി അതുങ്ങളുടെ വിദ്യാഭ്യാസവും അതുങ്ങളുടെ എന്നാ പറയുന്നത് വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി മുമ്പോട്ടേക്ക് പോകാൻ ഇത് ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ എന്ന് ആ കുഞ്ഞു മനസ്സിലെ നമ്മളോടൊക്കെ ഉള്ള ഒരു യാചനയാണ് അത് സത്യത്തിൽ, അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. നമ്മളോടൊക്കെ മറ്റുള്ളവർ അവരുടെ ഫാമിലി മെമ്പേഴ്സായി നമ്മളോടൊക്കെ കുഞ്ഞ് അപേക്ഷിക്കുകയാണ്, അമ്മയോടൊന്ന് പറയണേ, അല്ലെ അമ്മ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള രോഗിയാണ്. അവരുടെ കൂടെയുള്ള വല്യമ്മയും ഒരു രോഗിയാണ്. നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടും അങ്ങനെയൊക്കെ മോൾ പൊന്നുമോൾക്ക് പൊന്നുമോൾക്ക് നോക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരാരെങ്കിലും ഒക്കെ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അബി നന്ദു ഫാമിലി ബ്ലോഗ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ ആരെങ്കിലും ഒക്കെ ഇത് കാണുന്നവരാണോ എന്ന് എനിക്കറിയത്തില്ല. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ അതുങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. കാരണം അത്രയും ഒരു പാവം പിടിച്ച ഒരു ഫാമിലിയാണ്. സത്യസന്ധരായിട്ടുള്ള പച്ചയായിട്ടുള്ള അവരുടേതായിട്ടുള്ള ആ ഒരു ഇല്ലായ്മയിലും അവർ അതേപോണക്ക് സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പം ശരിക്കും ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ടാകാവുന്നത് ഇപ്പം നമുക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ പോയി ഒന്ന് കമൻ്റ് ഇടാം, അവരുടെ വീഡിയോ ഒന്ന് കാണാം, ഒരു ലൈക്ക് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നമ്മളെ സാധാ ആൾക്കാരെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ സഹായിക്കാൻ പറ്റാവുന്നവർ ഒത്തിരി പേരുണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്യണം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആർക്കെങ്കിലും നല്ല മനസ്സുള്ളവർ എത്രയോ ആൾക്കാരുണ്ട്. നമ്മുടെ വിനോയിനെയൊക്കെ രക്ഷിച്ച് ആ സാറുമാതിരിയുള്ള ആൾക്കാർ എത്രയോ ജനങ്ങളുണ്ട് ഈ ഭൂമിയിൽ. എത്രയോ ആൾക്കാരുണ്ട് നല്ല മനസ്സുള്ളവർ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ മക്കളെ സഹായിക്കാനുള്ള അവരുടെ ചാനൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അവരെങ്ങനെയുള്ളവരാണെന്ന്. അപ്പോൾ കയറി ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സഹായിക്കണേ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മുടെ വീഡിയോയിലിരിക്കുന്ന ഒത്തിരി ആർക്കും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും പറയത്തുമില്ല. ഇപ്പോൾ ഒരു നമ്മുടെ സുധിയുടെ ഭാര്യയുണ്ട്, അല്ലേ? പുള്ളിക്കാരത്തി എന്തൊക്കെയോ റീൽസും കാര്യങ്ങളും ഒക്കെ കാണിച്ച് പുള്ളിക്കാരത്തിയുടെ അഭിനയം അല്ലെ പുള്ളിക്കാരത്തിയുടെ ഒരു എന്നാ പറയുന്നത് മക്കളെ വളർത്താനുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കൊണ്ടൊക്കെ കാണിക്കുന്നതായിരിക്കാം. അത് അവർക്കോ അവരുടെ വീട്ടുകാർക്കോ പ്രശ്നമില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്ക് പ്രശ്നം വെക്കേണ്ട യാതൊരു ആവശ്യവും എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഇടയ്ക്ക് എടുത്തിട്ട് കുറേ എന്താ പറയുക ഭയങ്കര നമുക്ക് വായിക്കാൻ തന്നെ മോശക്കേട് തോന്നുന്ന സൈസ് കുറേ തമ്നെയിലും എടുത്തിട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് എന്തേലും ഇറങ്ങുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഈ പബ്ലിക്കിൽ. പക്ഷേ ഇങ്ങനെയുള്ള സാധാരണ ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ താങ്ങി നിർത്തേണ്ടിവരെ നമ്മളൊന്ന് സ്നേഹത്തോടെ ഒന്ന് ഇതാക്കേണ്ടിവരെ ആരും പരിഗണിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇതിൽ തോന്നിയത് കേട്ടോ. അതാ ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മളെ കൊണ്ടാകും വിധം നമുക്ക് ഇപ്പോൾ എല്ലാം ഒന്നും പറ്റത്തില്ല. നമുക്ക് ഒന്നും പണം കൊടുത്തോ അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ല. പക്ഷെ കൊടുക്കാനായിട്ടുള്ള നല്ല മനസ്സുള്ളവരുണ്ട് ഈ ഭൂമിയിൽ. നമുക്കറിയത്തില്ല നമ്മുടെ യൂസഫ് അലി സാറ് എന്തേറെ ആൾക്കാരെ സഹായിക്കുന്നു. ആ ഒരു മോള് വേണം ഇനി ആ മക്കൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ, എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. പക്ഷേ എത്രയാന്ന് പറഞ്ഞാൽ ആ മക്കളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ആർക്കും അവരുടെ മുമ്പിൽ തലകുനിക്കാതെ അവരുടേതായ സ്റ്റൈലിൽ വലിയ എന്നാ പറയുന്നത് ഹൈടെക് ആയിട്ടൊന്നും അല്ലെങ്കിലും അവരുടേതായ രീതിയിൽ സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതം നയിച്ചു പോകാനായിട്ട് പറ്റുമായിരുന്നു. അവരത് എന്നാ പറയുന്നത് അത്യധികം സന്തോഷമായിട്ട് പോകുന്ന വീഡിയോസാണ് നമ്മളൊക്കെ കണ്ടേക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴും ആ മോള് റിനു എന്ന് പറഞ്ഞ പെൺകുട്ടി ഒത്തിരിയും സങ്കടത്തിലും ദുഃഖത്തിലും ആയിരിക്കും. അല്ലെങ്കിൽ
അല്ല, ഞാൻ അനുഭവിച്ചാണല്ലോ, അതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും അത്രയും സ്നേഹത്തോടെ ഉണ്ടായിരുന്ന ആൾ പെട്ടെന്ന് ഇല്ലാതായപ്പോഴത്തേനും അത് ഉൾക്കൊണ്ട് പോകാനും പൊരുത്തപ്പെട്ടു പോകാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിലും ഒന്ന് ഓർക്കുക ആ കുടുംബത്തിന് ഒരു സമാധാനവും ശാന്തിയൊക്കെ കിട്ടാനായിട്ട് കേട്ടോ. തമാശയായിട്ട് പറയല്ലേ, ഇത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള വേദനകളിൽ കൂടെ കടന്നു പോയവർക്കേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പം നിസ്സാരം നോക്കിയാൽ എല്ലാവർക്കും തന്നെ ചാനലാണ് അല്ലേ, ഇഷ്ടം പോലെ. അല്ലാണ്ട് വേറുള്ള രീതിയിലൊക്കെ വരുമാനം ഉള്ളവർക്കും ചാനലാണ്. പക്ഷെ അങ്ങനെയുള്ളവരുടെ ഇഷ്ടം പോലെ പൈസയുണ്ട്, വരുമാനമുണ്ട്. എങ്കിലും യൂട്യൂബിൽ നിന്നും വേറെയും വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ സാധാരണ ഇങ്ങനെയുള്ള ഒരു കുടുംബമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വരുമാന മാർഗമായിട്ട് ഇങ്ങനെ തിരഞ്ഞെടുത്ത് ഇതിനകത്തൊരു വീഡിയോ ഇടുമ്പോൾ അത് കാണാനൊന്നുമോളം മനുഷ്യരില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ മറ്റുള്ളവരെ അതിനെന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല, വാക്കുകൾ കിട്ടുന്നില്ല. വളരെ മോശപ്പെടുത്തി ഉള്ളതോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം മെയിനായിട്ട് നിൽക്കുന്നത് കൊല്ലം സുധിയുടെ വൈഫിനെ കുറിച്ചാണല്ലോ എന്ന് പറഞ്ഞ കണക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനാണ് എല്ലാവർക്കും പബ്ലിക്കിലോട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരാനൊക്കെയാണ് താല്പര്യം, ഇഷ്ടം. പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരുടെയൊക്കെയാണ് നമ്മൾ കാണേണ്ടത്, നമ്മുടെ കണ്ണ് തുറന്ന് കാണേണ്ടത് കേട്ടോ. എനിക്ക് ഇത്രയും പറഞ്ഞു തോന്നി. ആ മോളുടെ ആ എഴുതിയിട്ട നന്ദൂട്ടിയുടെ ആ എഴുതിയിട്ട ഒന്ന് രണ്ട് വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു ഭയങ്കരമായിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ഇതായിട്ടുണ്ടെങ്കിൽ സോറി, മാപ്പ് ക്ഷമിച്ചേക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല, ഇത്ര വലിയ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും അത്രയും ഒരു സാധുക്കളിൽ സാധുവായ ഒരു ഫാമിലിയാണെന്ന് എനിക്ക് തോന്നി. അവരുടെ സ്നേഹവും അത്രയും പരിശുദ്ധമായിട്ടുള്ള സ്നേഹമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. നമുക്കൊക്കെ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു വഴിയല്ല, ഇനി അമ്മയല്ലേ ഉള്ളൂ. അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ പ്രാർത്ഥന റിനുവിനെ സഹിക്കാനും എല്ലാം ഉള്ള ശക്തിയും ഒക്കെ കൊടുക്കട്ടെ ദൈവം, ആരോഗ്യം കൊടുക്കട്ടെ. നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് ഇനിയും റിനു നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് വരണം. കാരണം നമുക്ക് ദൈവം തന്നത് ദൈവം തിരിച്ചു ചോദിച്ചാൽ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതെന്ത് തന്നെയായാലും, ഈ പറയുന്ന നമ്മുടെ ജീവനാണേലും തമ്പുരാന് ഏത് നിമിഷവും എടുത്തുകൊണ്ട് പോകാനുള്ള അവകാശമുണ്ട്. അപ്പം ദൈവത്തിന് നമ്മുടെ തലേന്നൊരു മുടി പൊഴിഞ്ഞാൽ പോലും അത് ദൈവം അറിയാണ്ടല്ല പൊഴിയുന്നത്. അപ്പോൾ എനിക്ക് റിനുവിനോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോളെ, നീ ധൈര്യമായിട്ട് മുമ്പോട്ടേക്ക് വരിക. ജീവിതമാകുമ്പോൾ ഇങ്ങനെയാണ്. ജീവിതത്തിൽ കുറേ സങ്കടങ്ങളും കുറേ സന്തോഷങ്ങളും ഒക്കെ അടങ്ങിയതാണ് ജീവിതം. നമ്മൾ എന്തോരം ഇത് തന്നാലും അത് തരണം ചെയ്ത് മുമ്പോട്ട് പോയാലേ ജീവിതം യഥാർത്ഥ ജീവിതത്തിൽ ആവത്തുള്ളൂ. യഥാർത്ഥ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് ജീവിച്ച് തീർക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ യാത്രയിൽ കുറേ കഷ്ടപ്പാടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കാണും. ഇങ്ങനെയുള്ള വിട്ടുകൊടുക്കലും ഒക്കെ കാണും. അപ്പം എനിക്കറിയാം, ഞാൻ വേറെ ഒന്നും ഇതായിട്ട് പറയുകയല്ല, എനിക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നിനക്ക് ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും ഒക്കെ കുറേ സമയം എടുക്കുന്നെങ്കിലും അതൊക്കെ പൊരുത്തപ്പെട്ട് മുമ്പോട്ട് വന്നേ പറ്റത്തുള്ളൂ. കാരണം നിൻ്റെ കൈകളിൽ 2 പൊന്നുമക്കളെയും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പുള്ളി പോയിരിക്കുന്നത്. പുള്ളിയുടെ ആത്മാവിനാണെങ്കിലും നല്ലൊരു സമാധാനവും നിത്യശാന്തിയും ഒക്കെ കിട്ടണമെങ്കിൽ നീ ഉണർന്ന് നല്ല ഉഷാറായിട്ട് ആയെങ്കിൽ മാത്രമേ ആവത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യം നിന്നോട് പറയാനുള്ളൂ, നല്ല രീതിയിൽ ആക്റ്റീവ് ആവുക, ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അതിനുള്ള ഇത് ദൈവം തരട്ടെ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൽ. ഇന്ന് ഞാൻ ഇവിടെ വരെ ഞാൻ വലിയ പ്രമാണിയായെന്നോ കോടീശ്വരി ആയെന്നോ ഒന്നുമല്ല. ഇത് ചിലപ്പോൾ അതും നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇന്ന് ഈ ഒരു വീട് പോലും ഇല്ലാതിരുന്ന അല്ലെങ്കിൽ നല്ലൊരു ഡ്രസ്സ് പോലും മാറിയിടാനില്ലാതിരുന്ന ഒരു സമയത്താണ് ഞാൻ വിധവയായത്, ഒന്നുമില്ലാതിരുന്ന സമയത്ത്. പക്ഷെ ദൈവം എന്നെ ഇന്ന് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്നുള്ളതാണ്. അപ്പം തമ്പുരാന് മോളുടെ ഹസ്ബൻഡിനെ അവിടെ ആവശ്യമുണ്ട്, നല്ലവരേ ദൈവത്തിന് ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് ദൈവം നിൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് നീ തമ്പുരാന് പൂർണ്ണമായിട്ട് കൊടുത്തതായിട്ട് നല്ലൊരു ഇതായിട്ട് കണ്ട് നീ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് വരണം കുഞ്ഞെ. എനിക്കതാണ് പറയാനുള്ളത് കേട്ടോ. എനിക്ക് ഇത്രയും ഉള്ളിൻ്റെ എന്നെ പറയേണ്ടതല്ല, പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്, മൊത്തം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ പുറത്തോട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. കാരണം ആ ഒരു വേദനയിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ ശരിക്കും. അതുകൊണ്ട് അതിനെല്ലാം പിടിച്ച് നമ്മൾ മനസ്സിൽ ഒരു എത്ര കാലം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ആ മക്കൾക്ക് അച്ഛനെയോ അല്ലെങ്കിൽ മോളുടെ ഭർത്താവിനെയോ നികത്താൻ ആരെ കൊണ്ടും പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ
നമ്മളത് എത്ര ഉള്ളിനുള്ളിൽ വിഷമമാണെന്ന് പറഞ്ഞാലും അതൊരു മനസ്സിൻ്റെ സൈഡിൽ വെച്ചിട്ട് ബലം സംഭരിച്ച് ധൈര്യം സംഭരിച്ച് ആ മക്കൾക്കും അമ്മയ്ക്കും താങ്ങാൻ താളുമായിട്ട് മുമ്പോട്ട് വരണം. അതുപോലെ തന്നെ എൻ്റെ പൊന്നു മക്കളോടും നന്ദുട്ടിയോടും മറ്റേ കുഞ്ഞിനോടും എനിക്ക് പറയാനുള്ളത്, അമ്മേനെ നിങ്ങൾ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത്. എത്ര വലിയ ഉന്നതങ്ങളിൽ എത്തിയാലും എത്ര വലിയ പദവിയിൽ എത്തിയാലും അമ്മേനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം, സ്നേഹത്തോടെ നോക്കണം, സംരക്ഷിക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.